Greetings to you all in the precious name of Lord and Savior Jesus Christ. Welcome to Victorious Living. കുവൈറ്റിലുള്ള റിവൈവൽ ക്രിസ്ത്യൻ ചർച്ചിൽ നിന്ന് ഇന്ന് വേക്കാലം നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വെച്ച് സർവശക്തനായ ദൈവം ഇവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച വചനം ഇന്ന് വേക്കാലം നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ദൈവം തരുന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കർത്താവ് മാറാത്ത ദൈവമാണ്, ഈ വചനവും മാറാത്ത വചനമാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ഈ സഭയിൽ കർത്താവ് ചെയ്ത അതേ ദൈവപ്രവൃത്തി അവൻ നിങ്ങൾക്കും ദൈവം ചെയ്യാൻ വിശ്വസനായ കർത്താവാണ്. നിങ്ങളുടെ ബന്ധനങ്ങൾ, നിങ്ങളുടെ കഷ്ടങ്ങൾക്കും നിങ്ങളുടെ രോഗങ്ങൾക്കും ബഹുകാലം ഈ വചനം ഒരു വിടുതലിന് കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിക്ടോറിയസ് ലിവിംഗ്. ഗോഡ് ബ്ലെസ്. യേശു എവിടെ പോയാലും ഒരു ചലനം സൃഷ്ടിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഒരു മരുഭൂമി പോയാൽ അവിടെയും ഒരു ചലനം ഉണ്ടാകും. കടൽക്കരെ പോയാൽ അവിടെയും ചലനം ഉണ്ടാകും. ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടിലും ചലനം ഉണ്ടാക്കും. സ്തോത്രം. പുരുഷാരം എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു കൂട്ടം ജനങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ എപ്പോഴും യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്നു. സ്തോത്രം. അത് മരുഭൂമിയിലും സംഭവിച്ചു, അത് കടൽക്കരയിലും സംഭവിച്ചു, മലയുടെ മേളിൽ ചെന്നപ്പോൾ അവിടെയും സംഭവിച്ചു. സ്തോത്രം. വീട്ടിൽ ചെന്നാൽ ആൾക്കൂട്ടം കാരണം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ആ വീട് വരെ, അതിൻ്റെ റൂഫ് വരെയും പൊളിച്ച് ഇറക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കൃപ എപ്പോഴും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. പുരുഷാരം എപ്പോഴും ആ കാലഘട്ടം നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം, ഫ്ലയേഴ്സ് അടിക്കാറില്ല, ബിറ്റ് നോട്ടീസ് കൊടുക്കാറില്ല, SMS മെസ്സേജ് ഇല്ല, വാട്സപ്പിൽ മെസ്സേജ് അയക്കാറില്ല, മൈക്കില്ല, സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല. ഇതൊന്നുമില്ലാത്ത സമയത്ത് യേശു 5000 പുരുഷന്മാർ, സ്ത്രീകളും കുഞ്ഞുങ്ങളുടെയും കണക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ യേശു സംസാരിച്ചു, വചനം പറഞ്ഞു, അവർ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ ഇവിടെയുള്ള ഈ ഒരു കൂട്ടത്തിലോട് പോലും മൈക്കില്ലാതെ സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ തൊണ്ട പോകും. സ്തോത്രം. എന്നാൽ ദൈവം സംസാരിച്ചു, യേശു സംസാരിച്ചു, വചനം സംസാരിച്ചപ്പോൾ ആ പുരുഷാരം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ വചനം കേട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു വചനമായിരുന്നു.
പ്രൈസ് ദി ലോർഡ്. വചനമായിരുന്ന യേശു സംസാരിച്ചപ്പോൾ വചനത്തെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വചനം ജനങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ വചനത്തെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കണ്ടോണ്ടിരിക്കുന്ന വചനം ആകർഷിക്കപ്പെട്ട ജനങ്ങൾ എപ്പോഴും യേശുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. രാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം. ആ യേശു, സ്തോത്രം, എപ്പോഴും ഒരു പ്രത്യേക രീതിയും സ്വഭാവങ്ങളും ഒരു പ്രവർത്തന ശൈലിയുമുള്ള ഒരു ദൈവമായിരുന്നു. സ്തോത്രം. ഗ്രാമങ്ങളിൽ പോവും, പട്ടണങ്ങളിൽ പോവും, മലകളിൽ പോകും. സ്തോത്രം. അവിടെ ഇവിടെ എല്ലാം പോയാലും യേശുവിന് ഒരു പ്രത്യേക സ്വഭാവ രീതിയുണ്ട്. ബെത്താനിയ എന്ന ഗ്രാമത്തിൽ പോയാൽ യേശുവിന് താമസിക്കാൻ ഒരു സ്ഥലമുണ്ട്. സ്തോത്രം. ബെത്താനിയ പോയാൽ യേശു അവിടെ പോകത്തുള്ളൂ. എത്ര പേരുടെ കൂടെ ഉണ്ട്? സ്തോത്രം. ഒരു രീതിയുണ്ട് യേശുവിന്. ബെത്താനിയയിലെ ഭവനം യേശുവിനെ താമസിപ്പിക്കാൻ തക്കോണം, ഉൾക്കൊള്ളുവാൻ തക്കോണം എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത ഒരു കുടുംബമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് യേശു അവിടെ ചെല്ലുമ്പോൾ, സ്തോത്രം, യേശുവിൻ്റെ വീടായിട്ട്, യേശുവിൻ്റെ ഭവനമായിട്ട്, യേശുവിനെ സ്വീകരിക്കുന്ന ഒരിടമായിട്ട് എപ്പോഴും ആ ബെത്താനിയയിലെ ഭവനം, മേരിയും മാർത്തയും ലാസറിന്റെ ഭവനം അങ്ങനെ ഒരുക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു. How does God deal with his people? എങ്ങനെയാണ് ദൈവം തന്റെ ജനങ്ങളോട് ഇടപെടുന്നതാണ് ഇന്ന് രാവിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ബെത്താനിയ എന്ന ഗ്രാമത്തിൽ ആമേൻ, സ്തോത്രം, ആമേൻ, ആരെയുടെ വീടുകളിൽ യേശു ചെന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബെത്താനിയയിൽ ആമേൻ ലാസറും മറിയയും മാർത്തയുടെയും ഭവനമാണ്. അത്രയ്ക്ക് അടുത്തൊരു വീട്, അത്രയ്ക്ക് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ഭവനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരുടെ വീടായിരുന്നു ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? മറിയയുടെ വീട്. ആമേൻ, സ്തോത്രം. ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം മറ്റേതെങ്കിലും ഒരു മറിയയുടെ വീടല്ല. തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത മറിയയുടെ വീട് എന്ന ആമേൻ, സ്തോത്രം. ആ ഒരു വാക്ക് വായിക്കുമ്പോൾ ഓർത്തോണം. സ്തോത്രം. ആമേൻ. ഏത് മറിയാന്നറിയാമോ? ആരാധിക്കുന്നവളായ മറിയയുടെ വീട്ടിലാണ് യേശു ചെന്നത്. സ്തോത്രം. സ്തോത്രം. ഒരു കൂട്ടം പുരുഷന്മാരിരിക്കുന്ന ഒരു ഭവനം. സൈമൺ പീറ്റർ സിമിയോന്റെ വീട്ടിലേക്ക്, സ്തോത്രം, ആമേൻ, യേശു കയറി ചെന്ന സമയത്ത് അന്നത്തെ കസ്റ്റം, അന്നത്തെ കൾച്ചറും പ്രകാരം, സ്തോത്രം, അതിഥിയായി വരുന്ന വ്യക്തിക്ക് തൈലം പൂശി അഭിഷേകം ചെയ്യണമായിരുന്നു. അത് സാധാരണക്കാരനാണെങ്കിൽ, സ്തോത്രം, ഈ ഒരു രീതിയാണ്. എന്നാൽ ഒരു ടീച്ചറോ ഒരു ഗുരുവോ കടന്നു വരുന്നെങ്കിൽ, സ്തോത്രം, ആ വ്യക്തിക്ക്, സ്തോത്രം, കുറച്ചുകൂടും ആമേൻ വിലയേറിയ തൈലം കൊടുത്ത് ആമേൻ, സ്തോത്രം, അഭിഷേകം ചെയ്യുന്ന അന്നത്തെ കാലത്തെ രീതിയായിരുന്നു, സ്വഭാവമായിരുന്നു. എന്നാൽ ഭവനത്തിന്റെ യജമാനൻ ചെയ്യേണ്ട കാര്യത്തെ ചെയ്യാതിരുന്നപ്പോൾ, സ്തോത്രം, കൂട്ടം ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുക. സ്തോത്രം. സിമിയോനും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പോലും സംഭവിക്കേണ്ടതൊന്നും സംഭവിക്കാതെ സാധാരണക്കാരന്മാരെ പോലെ ഇവർ യേശുവിൻ്റെ കൂടെ ഇരിക്കുക. സ്തോത്രം. പലപ്പോഴും യേശുവിൻ്റെ കൂടെ നടന്ന ഈ ശിഷ്യന്മാർക്ക് അത്ഭുതങ്ങൾ ഒരു സാധാരണമായി മാറി. സ്തോത്രം. യേശുവിൻ്റെ കൂടെ നടന്ന ഈ ശിഷ്യന്മാർക്ക്, സ്തോത്രം, ദൈവപ്രവൃത്തി ഒരു സാധാരണ പ്രവൃത്തിയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സംഭവിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പല സംഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഇതെല്ലാം സാധാരണയായി മാറും അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ ചെറിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കേണ്ട ആവശ്യമുണ്ടോ? സ്തോത്രം. Many times we take it as casual. Praise the Lord. ഇത് സാധാരണമാണ്. അതുപോലത്തെ ഒരു സാധാരണമായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആമേൻ, സ്തോത്രം, പെട്ടെന്ന് കഥ തുറക്കുക. സ്തോത്രം. ആ സ്ത്രീ മുമ്പോട്ട് വന്നു. ആ സ്ത്രീ മുമ്പോട്ട് വന്നപ്പോൾ, സ്തോത്രം, ചുറ്റുമിരുന്ന ഈ ആണുങ്ങളുണ്ടല്ലോ, ഈ ശിഷ്യന്മാർ,
യേശുവിന്റെ കൂടെ എന്നും കൂടെ നടക്കുന്ന, ക്ലോസ് ആയിട്ടിരിക്കുന്ന ആളുകൾ സ്തോത്രം പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവൾ കടന്നു വന്ന് അവൾക്ക് മറ്റാരും വിഷയമല്ലായിരുന്നു, വേറെ ആരും ശ്രദ്ധിക്കുന്നത് അവൾക്കൊരു വിഷയമല്ലായിരുന്നു. സ്തോത്രം. അവൾ ഒറ്റ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൾ യേശു ഉണ്ട് ആ ഭവനത്തിൽ എന്ന് ശ്രദ്ധിച്ച് സ്തോത്രം അവൾ യേശുവിൻ്റെ കാൽപാദത്തിലേക്ക് കൊണ്ടുവന്നു. ആമേൻ സ്തോത്രം. ആമേൻ. അവൾ കൊണ്ടുവന്ന ആ തൈലത്തെ പൊട്ടിച്ച് അവിടെ ആമേൻ സ്തോത്രം ഊറ്റി. പ്രൈസ് ദി ലോർഡ്. അവൾ കയറി വന്നപ്പോൾ ആരാധനയുടെ അന്തരീക്ഷം മാറി, ആ റൂമിന്റെ അന്തരീക്ഷം മാറി. അവൾ ആ ഭവനത്തിലേക്ക് സ്തോത്രം കയറി വന്നപ്പോഴത്തേക്ക് സ്തോത്രം ആമേൻ ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ചലനം ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്തോത്രം ആമേൻ. ആ അഭിഷേകം, ആ ദാഹമുള്ള ഒരു വ്യക്തി ദേവാലയത്തിൽ കയറി വരുമ്പോൾ സ്തോത്രം ആമേൻ ഒരു ചലനം ഉണ്ടാകണം. ആരാധനയുടെ അന്തരീക്ഷം തന്നെ ഒന്ന് മാറണം. അവളോട് ചോദിച്ചറിയാം സ്തോത്രം ആമേൻ അവൾ പ്രാപിച്ചത് എന്തുമാത്രം ആമേൻ സ്നേഹമാ. ആ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കിയ ആമേൻ സ്തോത്രം ഈ മേരി അവിടെ കടന്നു വന്നപ്പോൾ സ്തോത്രം അവൾക്ക് വേറെ ഒന്നുമല്ല വിഷയം. ആമേൻ സ്തോത്രം അവൾ കയറി വന്ന് അവൾ ഉദ്ദേശിച്ച കാര്യത്തെ ചെയ്തു. അവൾ ആമേൻ സ്തോത്രം ആ തൈലത്തെ പൊട്ടിച്ചു. ആമേൻ സ്തോത്രം യേശുവിന്റെ കാൽപാദം തുടച്ചു. ആമേൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാലം സ്തോത്രം ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ആരാധനയുടെ അന്തരീക്ഷം മാറണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം ഞാനും നിങ്ങളും കയറി വരുമ്പോൾ സ്തോത്രത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു വ്യത്യാസം വരണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആമീൻ. ഞാനും നിങ്ങളും ആമീൻ സ്തോത്രം റൂമിൽ കയറി ചെന്നാൽ, ഒരു ഭവനത്തിൽ കയറി ചെന്നാൽ, ഒരു വ്യക്തിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ആമീൻ സ്തോത്രം ആമീൻ നമ്മുടെ അറിവിനപ്പുറമായി സ്തോത്രം അനുഭവങ്ങളിൽ കൂടി ചില കാര്യങ്ങൾ അവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകാം. ദൈവവചനം പറഞ്ഞു, ആ ഒറ്റ സെന്റൻസിലാണ് ഇത്രയും കാര്യം എഴുതിയിരിക്കുന്നത്. എന്താ? ആമീൻ സ്തോത്രം. ബെത്താനിയയിലെ വായിച്ചാട്ടെ. ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി. ഈ മറിയായിരുന്നു കർത്താവിനെ സ്തോത്രം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ മറിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്ക് ഒരു വേറെ കാര്യം സത്യം മനസ്സിലായി. എന്തെന്നറിയാമോ? ദൈവം ഒരിക്കലും അത് മറക്കത്തില്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനുഷ്യൻ എത്ര പ്രാവശ്യം നമ്മളൊക്കെ ചെയ്തത് മറന്നുപോകും. സ്തോത്രം. ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും, ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിച്ചിട്ടുണ്ട്, ആ മനുഷ്യൻ എന്നെ ഓർക്കത്തില്ലല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഓർക്കാറുണ്ട്? ഓർക്കും. എന്നാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, സ്തോത്രം ഞാൻ അതിന് പകരം ഇത് ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെയൊക്കെ ഞാൻ അതിനെ തിരിച്ചു കൊടുത്തല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാ മനുഷ്യൻ ദൈവമായിട്ടുള്ള വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്തോത്രം അവൻ്റെ റെക്കോർഡിൽ അത് എന്നേക്കുമായി മെൻഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ സ്തോത്രം അവൻ ഒരു നാളും മറക്കത്തില്ലെന്നാ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം തന്ന് ആമീൻ വിട്ടുപോകുന്ന ദൈവമല്ല. സ്തോത്രം. നിനക്കോ നിന്റെ തലമുറയ്ക്കോ ആമീൻ സ്തോത്രം പിന്നൊരു സമയത്ത് ഒരു ആവശ്യം വരുമ്പോൾ ആമീൻ സ്തോത്രം എൻ്റെ കർത്താവ് നീ ചെയ്തത് ഓർത്ത് ആമീൻ നിന്നെ ഇരട്ടിയായി അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണ്. അവൾ അധ്വാനിച്ച് ശേഖരിച്ച് സ്വപ്നം കണ്ട് ആമീൻ സ്തോത്രം യേശുവിന് വേണ്ടി ഒരുക്കിയ കൊണ്ടുവന്ന ആ കോസ്റ്റ്ലി ആയിരിക്കുന്ന തൈലം അവൾ പൊട്ടിച്ചു. പൊട്ടിച്ചത് എന്താണെന്നറിയാമോ? സ്തോത്രം. പിന്നെ അതിൻ്റെ അകത്ത് ബാക്കി എടുത്തുകൊണ്ട് പോകരുതെന്ന് വിചാരിച്ചുകൊണ്ടാവും പൊട്ടിച്ചത്. സ്തോത്രം. ആ ബ്രോക്കൺനെസ്സിൻ്റെ അകത്ത് ബ്ലെസ്സിങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്തോത്രം കൊടുക്കുന്നതിൻ്റെ അകത്ത് ത്യാഗം വേണം, മുറിയണം. ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ സ്തോത്രം I mean it should pain. Somewhere it should bring a scratch. സ്തോത്രം. ആ സ്ക്രാച്ച് കാണുമ്പോൾ, ആ മുറിവ് കാണുമ്പോൾ, ആ പാട് കാണുമ്പോൾ ഓർക്കണം സ്തോത്രം ആമേൻ അന്ന് കർത്താവിന് വേണ്ടി ചെയ്തതാണല്ലോ ഈ മുറിവ്, ഈ പാട്. അങ്ങനത്തെ ഒരു കൊടുപ്പീരാണെങ്കിൽ മാത്രമേ സ്തോത്രം ആമേൻ അത് എന്നേക്കുമായി ദൈവം ഓർക്കത്തുള്ളൂ. What you do for the kingdom of God, it should be done with a little pain. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം അത് തലമുറകൾ ഓർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. Praise the Lord.
മുമ്പോട്ട് പോട്ടെ. നമ്മുടെ മൈൻഡ് സെറ്റിൽ നമുക്ക് കാലം ഒരു സത്യം പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ആരാധിക്കുന്നവൾ ദൈവത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ കുടുംബത്തിൽ പ്രശ്നം കടന്നു വന്നു. പ്രശ്നങ്ങൾ ദൈവം എവിടെയും ഐക്യം ആ ദൈവത്തിൻ്റെ ഒരു പ്രെറോഗറ്റീവാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ദൈവം അയക്കുന്ന പ്രശ്നത്തെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, ഏത് വിധത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്, അതാണ് ദൈവം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രാമ്യം പറയാം. സ്തോത്രം. ഈ പ്രശ്നം വന്ന ഈ ഭവനം, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ലാസർ സുഖമില്ലാതെ കിടക്കല്ല. സ്തോത്രം. ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു, ബോഡി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കഷ്ടപ്പെട്ടുകൊണ്ട് ബോഡി ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്തോത്രം, മേരി വന്ന് പറയാ, ഒന്ന് പിടിച്ചിരിക്കുക, യേശു വരും. ലാസറിക്ക് എങ്ങനെ അറിയാം? ഞാൻ ആളിനെ വിട്ടിട്ടുണ്ട്. സ്തോത്രം. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമ്പോൾ, സ്തോത്രം, പിന്നെയും ശ്വാസം മുട്ടല, പിന്നെയും അസ്വസ്ഥത, പിന്നെയും പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരു അനുഭവത്തിൽ കൂടെ ഈ സഹോദരൻ കടന്നു വരുമ്പോൾ, സ്തോത്രം, ഈ സഹോദരി ഓടിപ്പോയ, ഇത്രയും നിന്നില്ലേ, ഇത്രയും സഹിച്ചില്ലേ, ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും, യേശു വരും. കാരണം യേശുവിനെ അതുപോലെ സ്നേഹിച്ച ഒരു കുടുംബമാണ്. സ്തോത്രം. യേശു ഇവിടെ വരുമ്പോൾ അതുപോലെ ഉൾക്കൊണ്ട ഒരു കുടുംബമാണ്. യേശുവിന് അതുപോലെ, സ്തോത്രം, കാര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരു കുടുംബമാ. സ്തോത്രം. അതുകൊണ്ട് യേശുവിനോട് അവൻ, സ്തോത്രം, വിവരം അറിയിച്ചിട്ടുണ്ട്. ലാസർ സുഖമില്ലാതിരിക്കുന്നു. സാധാരണ ലാസർ അല്ല, എഴുതിയിട്ടെന്താ? അവൻ സ്നേഹിച്ച ലാസർ സുഖമില്ലാതിരിക്കുമ്പോൾ അവൻ, സ്തോത്രം, ആൾ വിട്ടിട്ടുണ്ടെങ്കിൽ യേശു വരത്തില്ലേ? വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാത്തിരിക്കുക, യേശു ഇപ്പം വരും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവസ്ഥകൾ പിന്നെയും മോശമാകുമ്പോൾ, സ്തോത്രം, ഈ മേരി വന്ന് പറയുന്നു, ഞാൻ ആളിനെ വിട്ടിട്ടുണ്ട്, ഇപ്പം വരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ യേശു വന്നില്ലെന്ന് മാത്രമല്ല, സ്തോത്രം, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ പോലും അങ്ങോട്ട് വിട്ടില്ലെന്നുള്ള. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ലാസർ മരിച്ചുപോയി. സ്തോത്രം, യേശുവിൻ്റെ അടുത്ത് ജനങ്ങൾ ചെന്നു. പ്രതീക്ഷ എന്താ? യേശുവിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ സ്തോത്രം, ഉടനെ യേശു കടന്നു വരുന്ന പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടന്നില്ല. സ്തോത്രം. പ്രതീക്ഷിച്ച സമയത്ത് സ്തോത്രം, ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വിചാരിച്ച കാര്യങ്ങൾ, സ്തോത്രം, സംഭവിക്കേണ്ടി പോലെ സംഭവിച്ചില്ല. സ്തോത്രം. പ്രതീക്ഷിച്ചു. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എത്ര പേർ പ്രാർത്ഥിക്കുന്നവരോ? രാമ്യം പറഞ്ഞാട്ടെ. എത്ര പേർ ഡെഡ് ലൈനിനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? ഇന്ന ഡേറ്റിനകം ഇന്ന് സംഭവിക്കണം, ഇന്ന മാസത്തിനകം ഇന്ന് സംഭവിക്കണം, ഇന്ന കാര്യത്തിനകം ചില സംഭവിക്കണം. കൈ ഉയർത്തിപ്പിടിച്ചാട്ടെ. ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്തോത്രം, കാത്തിരിക്കുക. ഇന്ന ദിവസത്തിനകം സംഭവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്തോത്രം, വിചാരിക്കുന്ന ആ നിമിഷങ്ങളിൽ സംഭവിച്ചില്ലെങ്കിൽ എന്താ? സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ സാക്ഷ്യങ്ങൾ നമ്മൾ പറയുന്നത് എന്തോ? സ്തോത്രം, ഡെഡ് ലൈൻസിനകം ദൈവം ചെയ്ത പ്രവർത്തികളെ പറ്റിയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ പറയുന്നത്. ദൈവം പ്രാർത്ഥന കേട്ടതിനെ പറ്റിയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ പറയുന്നത്. ദൈവം ചെയ്ത പ്രവർത്തികളെ പറ്റിയാണ് നമ്മൾ സാക്ഷ്യം പറയുന്നത്. എന്നാൽ നമ്മൾ പറയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഞാൻ കാത്തിരുന്നു, ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന ദിവസത്തിനകം എനിക്ക് ചില കാര്യങ്ങൾ സാധിക്കണമായിരുന്നു, എന്നാൽ സാധിച്ചില്ല എന്നൊരിക്കൽ പോലും നമ്മൾ പറയാറില്ല. സാക്ഷ്യവാക്കുകളിൽ വരുന്ന കാര്യമല്ല ലാസറിന്റെ വീട്ടിൽ അന്ന് സംഭവിച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ഡിഫറൻസ് ഉണ്ട് പ്രൈസ് ആൻഡ് വർഷിപ്പിൽ. ഞാൻ അതൊന്നും പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. ശ്വാസമുള്ളവരെല്ലാവരും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. പക്ഷികൾ അത് ചെയ്യും. സ്തോത്രം.
സ്ട്രീംസിൽ കൂടി പോകുന്ന വെള്ളം അതിൻ്റെ ആ രീതികൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ജീവനുള്ളതെല്ലാം യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവേ, ഞാനും നിങ്ങളും പറയാറുണ്ട്, സ്തോത്രം, അർഹതയില്ലാത്ത നന്മകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് തന്നല്ലോ. ഞാൻ ഇരിക്കേണ്ട സ്ഥാനമല്ല ഇന്ന് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഈ പ്രാപിക്കേണ്ട നന്മകളല്ല എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ സ്തോത്രം ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ദാറ്റ്സ് പ്രൈസ്. അത് സ്തുതിയാ. സ്തോത്രം. ആ സ്തുതി എന്ന് പറയുന്നത് സ്തോത്രം ഒരു എർത്ത്ലി റെൽമ. സ്തോത്രം. ഈ ഭൂമിയിൽ കാണുന്ന ഈ ലെവലിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്തോത്രം ആ സ്തുതി. എത്രയോ പ്രാവശ്യം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് അവിടെ നിന്നെല്ലാം വിടുവിച്ചത് കാണുന്നത് എന്താ? ഭൂമിയിൽ ഞാൻ അനുഭവിക്കേണ്ട പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ച വിധങ്ങളാ. എന്നാൽ ഈ സ്തുതി ഒരു ആരാധനയായി മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്തോത്രം. ആമേൻ. എർത്ത്ലി റെൽമിൽ സംഭവിച്ചതിനെ പറ്റി ആമേൻ ഒരിക്കൽ പോലും ഇത് സ്തുതിയെ ആയിരിക്കത്തുള്ളൂ. ആരാധനയായി മാറണമെങ്കിൽ സ്തോത്രം സ്വർഗീയ റെൽമിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതേ ആമേൻ സ്തോത്രം ഒരു ആരാധനയാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം ആ മറിയ ആമേൻ സ്തോത്രം ആ സ്തുതികളുടെ ലെവലിലല്ല നിന്നത്. സ്തോത്രം. അവൾ ആരാധനയുടെ ലെവലിൽ അവൾ നിന്നതാ. സ്തോത്രം. അവളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് സ്തോത്രം ഭൗതിക കാര്യങ്ങൾ, ആ ഭൗതിക സ്നേഹം, മനുഷ്യമായുള്ള കാര്യങ്ങൾ സ്തോത്രം ആ സ്തുതിയുടെ ലെവലിൽ നിർത്തുമെന്ന ആ വെളിപ്പാട് പ്രാപിച്ചവളായിരുന്നു മറിയ. സ്തോത്രം. അതുകൊണ്ടാണ് സ്തോത്രം അവൾ ആ പുരുഷാരത്തിനിടയ്ക്ക്, ആ ജനങ്ങളുടെ ഇടയ്ക്ക്, ആ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് സ്തോത്രം പെട്ടെന്ന് കടന്നു വന്ന് അവൾ ചെയ്യേണ്ട കാര്യത്തെ അവൾ ചെയ്തു. ദീർഘകാലം ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. ആമേൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. തിരുവചനം പറയുമ്പോൾ തന്നെ സ്തോത്രം ആമേൻ എല്ലാവരെ കൊണ്ട് ആരാധിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആരാധിക്കുന്നത് ആരാന്നറിയാമോ? സ്തോത്രം ആ സ്വർഗീയ കാഴ്ചപ്പാട് കണ്ട് സ്തോത്രം എൻ്റെ ദൈവം ആരാണെന്ന് വെളിപ്പെട്ടവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ആമേൻ. സ്തുതിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. സ്തോത്രം. എന്നാൽ ആരാധിക്കുന്നത് ഞാൻ പ്രാപിച്ചതിന് വേണ്ടിയല്ല. സ്തോത്രം. ഞാൻ കാണുന്നതിനെ ഓർത്താണ് ഞാൻ ആമേൻ ആരാധിക്കുന്നത്. സ്വർഗത്തിൽ നിൽക്കുന്ന ആ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് അവനെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. 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 ആള് വിട്ടു. യേശു കടന്നു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭവനത്തിൽ നിന്ന് പെട്ടെന്ന് അവൻ സ്തോത്രം അവരുടെ പ്രതീക്ഷ പ്രകാരം നടന്നില്ല. ലാസർ മരിച്ചുപോയി. റിയൽ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ചെന്താണെന്നറിയാമോ? സ്തോത്രം. അവർ ബോഡി എടുത്തു. അവിടെ വെച്ചൊരു വർഷിപ്പ് നടന്നു കാണും. അന്നേരവും യേശു വന്നില്ല. സ്തോത്രം. അത് ശരീരത്തെ കൊണ്ടുപോയി ആ കേവിന്റെ അകത്ത്, ആ ഗുഹയ്ക്കകത്ത് വെച്ചു. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കാണും. യേശു വരും. അവിടെയും വന്നില്ല. സ്തോത്രം. അവർ കൊണ്ടുവന്ന കല്ലെടുത്തും വെച്ചു, അതിനെ അടച്ചു, സീൽ ചെയ്തു. ആ കല്ല് വെക്കുന്ന നിമിഷം വരെയും അവർ പ്രതീക്ഷിച്ചു കാണും. അവർ പ്രതീക്ഷിക്കുന്നതിനകത്ത് തെറ്റില്ല. കാരണം അതുപോലെ യേശുവിനെ അവർ കരുതിയിട്ടുള്ളവരാ. രാവിലെ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുകയാണ്. സ്തോത്രം. പ്രതീക്ഷയുണ്ടെങ്കിൽ സ്തോത്രം. കാരണം അതുപോലെ ഞാൻ ത്യാഗം സഹിച്ച് എഴഞ്ഞും ആമേൻ നിരങ്ങി ഞാൻ ആരാധിച്ചിട്ടുണ്ട് കർത്താവേ. ഞാൻ ഉപസിച്ചിട്ടുണ്ട് കർത്താവേ. രോഗങ്ങൾ സ്തോത്രം ഞാൻ കണക്കിടാതെ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തെറ്റില്ല. സ്തോത്രം. ഇവർ പ്രതീക്ഷിച്ചു കാണും. സ്തോത്രം. ഇപ്പോഴെങ്കിലും യേശു വരും. നോക്കി സ്തോത്രം നിൽക്കാതിരിക്കുമ്പോൾ അവർ ആ കല്ല് വെച്ചു, അതിനെ സീൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് യേശു കടന്നു വന്നു. സ്തോത്രം. ഇപ്പം വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് വന്നില്ലല്ലോ. ഞങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് വന്നില്ലല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും സ്തോത്രം ആ ഭവനത്തിലേക്ക് യേശു കടന്നു വരിക. സ്തോത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഇനിയും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം വെച്ചാൽ സ്തോത്രം ഇച്ചിരി നേരമെടുത്ത് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ
ഭവനത്തിലേക്ക് യേശു കടന്നു വന്നു. ഇവിടെ പ്രതീക്ഷ സമയത്ത് പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. സ്തോത്രം. പക്ഷെങ്കിൽ ആ വാക്ക് ഇനി വായിച്ചാട്ടെ. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട് മാർത്ത എഴുന്നേൽക്കാൻ ചെന്നു, മറിയ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോഴും ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങൾ പോയി അടക്കി 4 ദിവസമായി, സഹോദരൻ മരിച്ചു, എന്നാലും ഇപ്പോഴും ആ വാക്കിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. പല വിഷയങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചില്ല, സാധിക്കേണ്ട സമയത്ത് സാധിച്ചില്ല. പ്രത്യാശ പലതിൻ്റെയും സ്തോത്രം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വാക്കിനായി നന്ദി പറയുന്നു. സ്തോത്രം. കാരണം നേരത്തെയും സമയത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് ഇപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഒരു നിമിഷം മതി കർത്താവിന്. ഇപ്പോഴും എന്റെ കർത്താവിന് സ്തോത്രം വൈകിപ്പോയിട്ടില്ല. എന്റെ കുഞ്ഞ് പ്രായമായിട്ടില്ല. ആമേൻ. സ്തോത്രം. എന്റെ കടം പ്രായമായിട്ടില്ല. ഇപ്പോഴും എന്റെ അവസ്ഥകളെ മാറ്റാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കുന്ന കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇപ്പോഴും യേശുനാമത്തെ ഉയർത്തിടാം, അത്ഭുതനാമത്തെ യേശുനാമത്തെ ഉയർത്തിടാം, അത്ഭുതനാമത്തെ ഉയർത്തിടാം. യേശു